ഹരിദ്വാരിൽ മണികൾ മുഴങ്ങുന്നു. എം മുകുന്ദന്റെ ഹരിദ്വാരിൽ മണികൾ മുഴങ്ങുന്നു. ഈ പുസ്തകം ഞാൻ ആദ്യമായിട്ട് വായിക്കുന്നത് പഠനകാലത്ത് എപ്പോഴാണ്. വർഷങ്ങൾക്കിപ്പുറം ഞാൻ വീണ്ടും ഈ പുസ്തകം വായിച്ചു. രണ്ട് അനുഭവങ്ങളാണ് എനിക്കുണ്ടായത്. അന്ന് വായിച്ചപ്പോൾ, പഠിക്കുന്ന സമയത്ത് വായിച്ചപ്പോൾ രമേശിനൊപ്പം ഞാനും ഹരിദ്വാരിലേക്ക് സഞ്ചരിക്കുന്നത് പോലെ ഒരു അനുഭവമാണ് ഉണ്ടായത്. ഞാൻ എൻ്റെ കൂട്ടുകാരോട് പറയുകയും ഉണ്ടായി, ഹരിദ്വാരിൽ മണികൾ മുഴങ്ങുന്നു എന്ന പുസ്തകം വായിച്ചപ്പോൾ ഞാനും അതിലെ കഥാപാത്രമായ രമേശിനൊപ്പം ഹരിദ്വാരിലേക്ക് സഞ്ചരിക്കുന്ന അനുഭവം ഉണ്ടായി, നിങ്ങളും വായിക്കണം. അവരിൽ ചിലരും ഈ പുസ്തകം വായിക്കുകയുണ്ടായി. എന്നാൽ അവരിൽ ചിലർക്കെങ്കിലും ഇന്ന് ഈ പുസ്തകം വീണ്ടും വായിക്കുമ്പോൾ എന്ത് അനുഭവമാണ് ഉണ്ടായത് എന്ന് എനിക്കും അറിയുവാൻ താല്പര്യമുണ്ട്. കാരണം ഇന്ന് ഞാൻ വായിക്കുമ്പോൾ രമേശിനൊപ്പമല്ല ഞാൻ സഞ്ചരിച്ചത്, പകരം സുജയുടെ അവസ്ഥയ്ക്കൊപ്പമാണ് സഞ്ചരിച്ചത്. കാരണം ഇന്നത്തെ പെൺകുട്ടികളുടെ ഒരു പ്രതിനിധിയാണ് സുജ. വിളക്കിന് ചുറ്റും പാറിപ്പറക്കുന്ന ഈയലുകളെ പോലത്തെ ഒരു പെൺകുട്ടി. കാരണം അവൾ ചെയ്യുന്നത് ഒരു ആന മണ്ടത്തരമായിട്ടാണ് എനിക്ക് തോന്നിയത്. അല്ലെങ്കിൽ കഞ്ചാവിന് അടിമപ്പെട്ട, ലഹരിക്ക് ഇത്രയും അധികം അടിമപ്പെട്ട രമേശിനെ അവൾ എങ്ങനെ പ്രണയിക്കുന്നു? അയാളെ പോലെ ഒരുത്തനെ എങ്ങനെയാണ് സുജ എന്ന പെൺകുട്ടി വിശ്വസിക്കുന്നത്? അതൊക്കെ ഞാൻ ഈ പുസ്തകം വായിച്ചപ്പോൾ, ഇന്ന് വായിക്കുമ്പോൾ എനിക്ക് അനുഭവപ്പെട്ട അല്ലെങ്കിൽ മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ്. രമേശിന് എല്ലാവരും ഉണ്ടായിരുന്നു. സ്നേഹിക്കാൻ കഴിയുന്ന ഒരു പെൺകുട്ടിയുണ്ട്, സ്നേഹനദിയായിട്ടുള്ള അമ്മയുണ്ട്, എല്ലാം മനസ്സിലാക്കുന്ന ഒരു കൂട്ടുകാരനെ പോലത്തെ ഒരു മേലുദ്യോഗസ്ഥനുണ്ട്. അയാൾക്കെല്ലാം ഉണ്ട്. ജോലി, പണം, അല്ലെങ്കിൽ മനസ്സിലാക്കുന്ന ചിലർ, എല്ലാവരും അയാളുടെ കൂടെ തന്നെയുണ്ട്. എന്നിട്ടും അയാൾ അമിതമായിട്ട് ലഹരി ഉപയോഗിക്കുന്നു. അന്ന് ചരസ്, ഭങ്ക് ഒക്കെയാണ് അയാൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഇന്നത്തെ യുവതലമുറ എന്ന് പറയുന്നത് അതിലും കൂടിയ MDMA പോലുള്ള എന്തൊക്കെയോ സാധനങ്ങളാണ് വലിച്ചു കയറ്റുന്നത്. അതുകൊണ്ട് തന്നെ രമേശിനെ ഇന്നത്തെ യുവതലമുറയുടെ ഒരു പ്രതിനിധിയായിട്ട്, യുവതലമുറ എന്ന് പറയുന്നത് കഞ്ചാവിന് അടിമപ്പെട്ട, ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെട്ട ഇന്നത്തെ യുവതലമുറയുടെ ഒരു പ്രതിനിധിയായിട്ടാണ് ഞാൻ രമേശിനെ കാണുന്നത്. അതുപോലെ തന്നെ ഇന്നത്തെ അരാജകത്വത്തിന് വേണ്ടി മുറവിളി കൂട്ടുന്ന പെൺകുട്ടിയായിട്ടാണ് ഞാൻ സുജയെ കാണുന്നത്. രമേശിനോട് അമ്മ ചോദിക്കുന്നുണ്ട്, രമേശ പറയൂ മോനെ, അമ്മയെ നീ ഇങ്ങനെ തീറ്റിരിക്കരുത്. അപ്പോൾ രമേശൻ തിരിച്ച് അമ്മയോട് പറയുന്നുണ്ട്, എനിക്കൊരു ദുഃഖവുമില്ലമ്മേ, ഒരുപക്ഷെ അതായിരിക്കാം എൻ്റെ ദുഃഖത്തിന് കാരണം. രമേശൻ അമ്മയുടെ മുഖത്ത് നോക്കി. താൻ പറയുന്നത് അമ്മയ്ക്ക് ദഹിക്കാതെ പോകുമോ? തന്നോളം തന്നെ വിദ്യാഭ്യാസവും അമ്മയ്ക്കുണ്ട്, ധാരാളം ജീവിതാനുഭവങ്ങളും. താൻ വായിച്ചതിലേറെ പുസ്തകങ്ങൾ അമ്മ വായിച്ചു കാണും. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, എത്രയൊക്കെ വായിച്ചാലും, ടീച്ചറാണെന്ന് പറഞ്ഞാലും, പ്രൊഫസറാണെന്ന് പറഞ്ഞാലും, സമൂഹത്തിൽ മറ്റ് ഉന്നത പദവികൾ അലങ്കരിക്കുന്ന ഒരാൾ ആണ് എന്ന് പറഞ്ഞാലും, സ്വന്തം മകന് അല്ലെങ്കിൽ മകൾക്ക് എന്തെങ്കിലും നല്ലത് പറഞ്ഞു കൊടുക്കുവാൻ സാധിച്ചില്ല എങ്കിൽ ഈ വായന കൊണ്ട് എന്ത് നേട്ടമാണുള്ളത്? ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ആദ്യ ഗുരുകുലം എന്ന് പറയുന്നത് സ്വന്തം കുടുംബം തന്നെയാണ്. ആ കുടുംബത്തിൽ നല്ല കാര്യങ്ങൾ അവനെ പറഞ്ഞു കൊടുക്കണം, നല്ലത് കേൾപ്പിച്ചു കൊടുക്കണം, നല്ല പുസ്തകങ്ങൾ അവനെ വായിപ്പിക്കാൻ പ്രേരിപ്പിക്കണം. അല്ലാതെ അനാവശ്യത്തിന് സ്വാതന്ത്ര്യം കൊടുക്കുന്ന രീതിയിലോട്ട് പോയാൽ, അല്ലെങ്കിൽ തെറ്റുകൾ കണ്ടാൽ പോലും അതിനെ ന്യായീകരിക്കുന്ന രീതിയിലോട്ട് പോയാൽ അവൻ പിന്നെ എങ്ങനെയായിരിക്കും വളർന്നു വരിക? നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കണം. പണ്ടൊക്കെ ഞങ്ങളുടെ കാലത്തൊക്കെ ബാലരമയിലൂടെ മഹാഭാരതവും, അല്ലെങ്കിൽ ഒരുപാട് ഗുണപാഠ കഥകളും, ഈസോപ്പ് കഥകൾ, പഞ്ചതന്ത്രം കഥകൾ, കഥക്കൊടുക്ക പോലത്തെ വലിയ പുസ്തകങ്ങൾ, ബീർബൽ കഥകൾ, തെന്നാലിരാമൻ കഥകൾ, ഒരുപാട് പുസ്തകങ്ങൾ ഞങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട്. അതിൽ ഒരുപാട് ഗുണപാഠ കഥകൾ ഞങ്ങളെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. കുഞ്ഞുണ്ണി മാഷിൻ്റെ ചെറിയ കഥകളായാലും, അങ്ങനെ ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചാണ് ഞങ്ങൾ വളർന്നത്. ശക്തിമാൻ പോലുള്ള പരമ്പരകളിൽ ഒരുപാട് നന്മകൾ, തിന്മകൾ എന്താണ്, നന്മകൾ എന്താണ് എന്നൊക്കെ കണ്ടാണ് ഞങ്ങൾ വളർന്നത്. കാർട്ടൂണുകൾ ആണെങ്കിൽ പോലും, ഇപ്പോൾ കാർട്ടൂണുകൾ പോലും അരാജകത്വവും വെട്ടും കുത്തും കൊലപാതകവും ഒക്കെയാണ് കാണിക്കുന്നത്. സിനിമയിൽ പോലും ഒരു കലാകാരൻ എന്ന് പറയുന്നത് സാമൂഹിക പ്രതിബദ്ധത ഉള്ളവൻ കൂടിയായിരിക്കണം. കാരണം നമ്മുടെ കുട്ടികൾ അത്രയ്ക്കും മോശമായിട്ടുള്ള രീതിയിലാണ് വളർന്നു വരുന്നത്. അവർക്ക് തെറ്റേത് ശരിയേത്, നന്മയേത് തിന്മയേത് എന്ന് പോലും അറിയാൻ പറ്റാത്തൊരു സാഹചര്യം. സ്കൂളുകളിൽ കുട്ടികൾ പോകുന്നുണ്ട്, ശരിയാണ്, പ്രബുദ്ധരാണ്, സാക്ഷരത ഉള്ളവരാണ് എന്നൊക്കെ പറയുന്നുണ്ട്. എങ്കിൽ പോലും എങ്ങനെയാണ് അവർ വഴിതെറ്റുന്നത്? ആദ്യ ഗുരുകുലമായിട്ടുള്ള കുടുംബത്തിൽ നിന്ന് നല്ല വിദ്യാഭ്യാസവും, അല്ലെങ്കിൽ നല്ലത് കാണിച്ചു കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ നല്ലത് കേൾപ്പിച്ചു കൊടുക്കുന്നില്ല. കൺമൂടി കെട്ടിയ ഗാന്ധാരിയുടെ ഒരു അവസ്ഥ. അതുപോലെ തന്നെ സ്കൂളുകളുടെ ഒരവസ്ഥ എന്ന് പറയുന്നത് തീർത്തും എന്ത് സിലബസാണ് അവിടെ പഠിപ്പിക്കുന്നതെന്ന് എനിക്കിപ്പോഴും അതിശയം തോന്നാറുണ്ട്. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന് നിയമത്തെക്കുറിച്ച് അറിവുണ്ടായിരിക്കണം. ഒരു വണ്ടി ഉപയോഗിക്കുമ്പോൾ, അല്ലെങ്കിൽ വണ്ടി പുറത്തു കൊണ്ടുപോകുമ്പോൾ എങ്ങനെയൊക്കെ പോകണം, അല്ലെങ്കിൽ ഒരു റോഡിൽ കൂടി എങ്ങനെയൊക്കെ നടക്കണം എന്നൊക്കെ അവനെ പഠിപ്പിക്കണം, കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ മുതൽ.
അതുപോലെ തന്നെ സഹജീവികളെക്കുറിച്ച്, സഹജീവികളോടുള്ള കാണിക്കേണ്ട അനുകമ്പയെക്കുറിച്ച് ഒക്കെ അവനെ പഠിപ്പിക്കണം. ഭൂമി എന്ന് പറയുന്നത് മനുഷ്യന് മാത്രമല്ല, എല്ലാ ജീവികൾക്കും കൂടി ഉള്ളതാണ്, അവർക്ക് കൂടി ജീവിക്കാനുള്ളതാണ്. അവരോട് പെരുമാറേണ്ടത് എങ്ങനെയാണ്, ഇതൊക്കെ ഒരു കൊച്ചു കുഞ്ഞിനെ പഠിപ്പിക്കേണ്ടതാണ്. പ്രകൃതിയിൽ എങ്ങനെ ജീവിക്കണം, മരങ്ങൾ വച്ചുപിടിപ്പിക്കുന്നതിൻ്റെ ലക്ഷ്യങ്ങൾ എന്താണ്, അവയുടെ ഉപയോഗങ്ങൾ എന്താണ്, പ്രകൃതിയിൽ അവ കൊണ്ടുണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ ഒരു കൊച്ചു കുഞ്ഞിനെ പറഞ്ഞ് മനസ്സിലാക്കണം. ഒരു നായയെ കണ്ടാൽ, ഒരു കാക്കയെ കണ്ടാൽ, ഒരു കോഴിക്കുഞ്ഞിനെ കണ്ടാൽ കല്ലെടുത്തെറിയരുത് എന്ന് പറയുന്ന അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന ഒരു വിദ്യാഭ്യാസ രീതി വേണം ഉണ്ടാവാൻ. അല്ലാതെ എല്ലാത്തിനെയും കല്ലെറിയണം അല്ലെങ്കിൽ എല്ലാത്തിനെയും കൊല്ലണം എന്നൊക്കെ പറഞ്ഞ് ആ രീതിയിലോട്ട് പോകുന്ന ഒരു വിദ്യാഭ്യാസ രീതി ആവരുത് നമ്മുടെ സ്കൂളുകളിൽ. അങ്ങനെ പഠിപ്പിച്ചാൽ ഒരിക്കലും ഒരു കുട്ടിയും വഴിതെറ്റില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇവിടെ രമേശിനെ സംഭവിച്ചിരിക്കുന്നത് അവൻ്റെ അമ്മ അറിവുള്ള ഒരാളാണ്, അധ്യാപികയാണ്. പക്ഷേ മകൻ വഴിതെറ്റിപ്പോയി. അവസാനം അവർ അതിൽ വിഷമിക്കുന്നുണ്ട്. പക്ഷെ എന്ത് പ്രയോജനമാണുള്ളത്? ഒരുപാട് താമസിച്ചു പോയി. ഇവിടെ സ്വബോധം പോലും നഷ്ടപ്പെട്ട ഒരു മകൻ അമ്മയോട് പറയുകയാണ്, അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്ത് പ്രാർത്ഥിക്കണം? എനിക്ക് വേണ്ടി അമ്മ ഭഗവാനോട് പ്രാർത്ഥിക്കണം. എനിക്ക് ക്ഷയം തരാൻ വേണ്ടി അമ്മ ഭഗവാനോട് പ്രാർത്ഥിക്കണം. അല്ലെങ്കിൽ തൊണ്ടയിൽ അർബുദം വരാൻ വേണ്ടി ഭഗവാനോട് പ്രാർത്ഥിക്കണം. ക്യാൻസർ വരാൻ വേണ്ടി അമ്മ ഭഗവാനോട് പ്രാർത്ഥിക്കണം. ഇതൊക്കെ ഒരു മകൻ അമ്മയോട് പറയുകയാണ്. കാരണം ആ അമ്മ എന്തുമാത്രം വിഷമിക്കുമെന്നോ ഒന്നും ചിന്തിക്കാതെ അയാൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെ അറിയാം അയാൾ എന്തുമാത്രം ലഹരിക്ക് അടിമപ്പെട്ട് തൻ്റെ സകലമാന ബുദ്ധിയും നഷ്ടപ്പെട്ട ഒരു മനുഷ്യനായി തീർന്നുവെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. ഇന്നത്തെ ബുദ്ധിജീവികൾ വിളിച്ച് പറയുന്നത് പോലെയാണ് രമേശൻ അമ്മയോട് ചില കാര്യങ്ങൾ പറയുന്നത് അല്ലെങ്കിൽ ചോദിക്കുന്നത്. അമ്മ എന്നെ സ്നേഹിക്കുന്നത് എന്തുകൊണ്ട്? അമ്മയുടെ മകനായതുകൊണ്ടല്ലേ അമ്മ എന്നെ സ്നേഹിക്കുന്നത്? അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുമായിരുന്നു? അയാൾ സ്വന്തം ജീവിതത്തിൽ മാത്രം ഒതുങ്ങാൻ ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ എല്ലാ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഒളിച്ചോടാൻ ഇഷ്ടപ്പെടുന്ന, ലഹരി ഉപയോഗിച്ച് അങ്ങനെ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനെ തന്നെയാണ് ഞാൻ ഈ രമേശനിൽ കാണുന്നത്. അയാളുടെ ചോദ്യങ്ങളും അയാളുടെ മണ്ടത്തരങ്ങളും കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. രമേശൻ എന്ന് പറയുന്ന വ്യക്തിയെ ഞാൻ മനസ്സിലാക്കിയത്, അയാൾക്ക് അമ്മയെ വിശ്വാസമില്ല, അമ്മയുടെ സ്നേഹത്തിൽ വിശ്വാസമില്ല, കാമുകി വിശ്വാസമില്ല, കാമുകിയുടെ സ്നേഹത്തിലും വിശ്വാസമില്ല. അയാൾ വിവാഹത്തിനെതിരാണ്. അയാളെ മുന്നോട്ട് നയിക്കുന്നത് ഫ്രീ സെക്സിന് അടിമപ്പെട്ട് മുന്നോട്ട് ജീവിതം നയിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ തന്നിലേക്ക് തന്നെ ഒതുങ്ങി തീർന്ന് സ്വന്തം സുഖം മാത്രം നോക്കി ജീവിക്കുക എന്നുള്ള ഒരു മനുഷ്യനായിട്ട് തന്നെയാണ് ഞാൻ അയാളെ കാണുന്നത്. തികച്ചും സെൽഫിഷ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ. മറ്റുള്ളവരുടെ വികാരങ്ങളെ അയാൾ വില കൽപ്പിക്കുന്നതേയില്ല. ഇത് തന്നെയാണ് രമേശൻ. ഇത് തന്നെയാണ് ഇന്നത്തെ യുവതലമുറയും ചെയ്യുന്നത്. അവർക്ക് അച്ഛനെന്നോ അമ്മയെന്നോ സഹോദരങ്ങളെന്നോ അല്ലെങ്കിൽ കാമുകിയെന്നോ എന്നുള്ളൊരു വിചാരമൊന്നുമില്ല. അവരെ തന്നെ കൊല്ലും. ആരെ? അച്ഛനെ കൊല്ലും, അമ്മയെ കൊല്ലും, കാമുകിയെ കൊല്ലും, മൃഗീയമായി കൊല്ലും. എന്തിനു കൊല്ലുന്നു എന്ന് പോലും അറിയാതെ അവരുടെ പ്രിയപ്പെട്ടവർ അല്ലെങ്കിൽ അവൻ്റെ പ്രിയപ്പെട്ടവൻ അല്ലെങ്കിൽ അവളുടെ പ്രിയപ്പെട്ടവർ കൊല്ലപ്പെടുന്നു. ഇതാണ് ഇന്നത്തെ സമൂഹത്തിൻ്റെ അവസ്ഥ. അതിന് കാരണം ലഹരി തന്നെയാണ്. അത് തന്നെയാണ് M3 ഹരിദ്വാറിൽ മണികൾ മുഴങ്ങുന്നു എന്ന പുസ്തകത്തിലെ രമേശൻ എന്ന കഥാപാത്രത്തിനും സംഭവിക്കുന്നത്. അയാളെ വിശ്വസിക്കുന്ന പെൺകുട്ടി പിന്നെ ഇന്നത്തെ കാലത്തെ പെൺകുട്ടികളുടെ പ്രതിനിധിയല്ല എന്ന് എങ്ങനെയാണ് ഞാൻ കരുതേണ്ടത്? ഇന്നത്തെ കാലത്തെ പെൺകുട്ടികളുടെ പ്രതിനിധി തന്നെയാണ് സുജ എന്ന് പറയുന്നത്. അവസാനം കരയേണ്ടി വരുന്ന, അല്ലെങ്കിൽ അവസാനം ആത്മഹത്യ ചെയ്യേണ്ടി വരുന്ന, അല്ലെങ്കിൽ എല്ലാ അപകടങ്ങളിലേക്കും പോയി ചാടുന്ന ഒരു ഈയൽ അല്ലെങ്കിൽ ഒരു പക്കിയായിട്ടാണ് ഞാൻ സുജയെ കാണുന്നത്. അവളുടെ ജീവിതം അവസാനം എങ്ങനെയായി തീരുമെന്നും എനിക്കറിയില്ല. രമേശിനെ സംബന്ധിച്ചിടത്തോളം അയാൾ ഗോവയിൽ പോയാലും ഹരിദ്വാറിൽ പോയാലും അയാൾ ലഹരി ഉപയോഗിക്കും. അയാളുടെ തലച്ചോറിൽ മറ്റൊന്നും തന്നെ ഇല്ല. അയാൾക്ക് സ്നേഹബന്ധവുമില്ല, അയാൾക്ക് മറ്റ് ലക്ഷ്യങ്ങളില്ല. അയാൾ ഗോവയിലല്ല, ഹരിദ്വാറിലല്ല, ഋഷികേശിലല്ല, എവിടെ പോയാലും അയാൾ ലഹരി ഉപയോഗിക്കും. അതിന് അയാൾ കാണുന്ന ഒരു മറയാണ് ആത്മീയത എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എന്നെ ഹരിദ്വാർ വീണ്ടും വിളിക്കുന്നു. ഹരിദ്വാറിൽ പോയിട്ട് അയാൾ എന്താണ് കണ്ടത്? അർദ്ധരാത്രി തന്നെ വിശ്വസിച്ച് വന്ന പെൺകുട്ടിയെ തനിച്ചാക്കിക്കൊണ്ട് അയാൾ പുറത്തിറങ്ങി പോവുകയാണ്. ചൂടുകൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഭസ്മമൊക്കെ വാരി പൂശി സന്യാസിയായിട്ട് നടക്കുന്ന, സന്യാസിയാണെന്ന് സ്വയം വിചാരിക്കുന്ന, കഞ്ചാവിന് അടിമപ്പെട്ട ഒരു മനുഷ്യനെ കണ്ടുമുട്ടുകയും, അല്ലെങ്കിൽ എവിടുന്നോ പോയൊക്കെ കഞ്ചാവൊക്കെ കണ്ടുപിടിച്ച്, അല്ലെങ്കിൽ ഭംഗോ ചരസോ അതൊക്കെ എവിടുന്നോ പോയി സംഘടിപ്പിച്ച് വീണ്ടും വലിച്ചു കയറ്റി, അല്ലെങ്കിൽ അമിതമായിട്ട് ഉപയോഗിച്ച് വീണ്ടും കിളി പോകുന്ന ഒരു മനുഷ്യനായിട്ടാണ് ഈ രമേശനെ ഞാൻ കാണുന്നത്. രമേശനെ പോലെയുള്ള ഒരുപാട് ആളുകളെ ഇന്നത്തെ സമൂഹത്തിൽ നമുക്കിന്ന് കാണാം. അതിനേക്കാൾ അപകടകാരികളായിട്ടുള്ള. രമേശൻ അപകടകാരി എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. അയാളുടെ ജീവിതം സ്വയം നശിപ്പിക്കുകയാണ് ചെയ്തത്. അയാളുടെ ജീവിതം സ്വയം നശിപ്പിക്കുകയും മറ്റുള്ളവരുടെ ജീവിതവും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുറിവിലേക്ക് കൂടുതൽ മുറിവുകൾ ഏൽപ്പിക്കുകയുമാണ് അയാൾ ചെയ്യുന്നത്. അയാളുടെ അമ്മയെ അയാൾ വേദനിപ്പിക്കുന്നുണ്ട്, കാമുകിയെ വേദനിപ്പിക്കുന്നുണ്ട്. അയാളെ എന്തിനു വിശ്വസിച്ചപ്പോൾ നമുക്ക് അഫാന്റെ കാര്യം തന്നെ എടുക്കാം. രമേശൻ അത്രയും അപകടകാരിയൊന്നുമല്ല. പക്ഷേ അഫാൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ഈ കഞ്ചാവിന് അടിമപ്പെട്ട് തന്നെ വിശ്വസിക്കുന്ന പെൺകുട്ടിയെ മൃഗീയമായി കൊല ചെയ്യാൻ
തക്ക വിധത്തിലുള്ള ക്രൂരമായിട്ടുള്ള ഒരു മനസ്സ് അയാൾക്ക് കിട്ടണമെങ്കിൽ അതുപോലെ തന്നെയല്ലേ രമേശനും? അർദ്ധരാത്രി അറിയാത്തൊരു സ്ഥലത്ത് ഒരു പെൺകുട്ടിയെ തനിച്ചാക്കി അയാൾ ലഹരിക്ക് വേണ്ടി പുറത്തിറങ്ങി പോകുന്നുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ലഹരിക്ക് അടിമപ്പെട്ട് അയാൾ പുറത്തിറങ്ങി പോകുന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടി അയാളിൽ എന്തുമാത്രം സുരക്ഷിതയായിരിക്കണം? അപ്പോൾ സുജ എന്ന് പറയുന്ന പെൺകുട്ടി അഫാന്റെ കാമുകിയുടെ ഒരു പ്രതിനിധി തന്നെയാണ്, അല്ലെങ്കിൽ അതുപോലത്തെ ഒരു പെൺകുട്ടി തന്നെയാണ്. അവസാനം അവൾക്ക് കരയേണ്ടി വരും. ഇവിടെ അഫാന്റെ കാമുകിക്ക് സ്വന്തം ജീവിതം ബലിയർപ്പിക്കേണ്ടി വരുന്നു. അവസാനം മരിച്ച് മരവിച്ച് കിടക്കുന്ന ചൂടേളിനെ, അതായത് ഭസ്മമൊക്കെ ദേഹത്ത് വാരിപ്പൂശി, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു 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 അഘോരിയെ പോലെ നടക്കുന്ന ചൂടേളിനെ അയാൾ കാണുന്നുണ്ട്, മരിച്ചു കിടക്കുന്നത് കാണുന്നുണ്ട്. അതിന് മുമ്പ് കാണുന്നത് മരിച്ചു കിടക്കുന്നതായിട്ട് ഒന്നുമല്ല, ലഹരിക്കൊക്കെ അടിമപ്പെട്ട് എങ്ങനെയൊക്കെയോ ആത്മീയത എന്ന പേരുള്ള ഒരു കള്ളപ്പേരിൽ അങ്ങനെ നടക്കുന്ന ഒരു മനുഷ്യനെ, അതായത് എല്ലാ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഒളിച്ചോടി അഘോരികളെയൊന്നും അങ്ങനെ ഈ രാത്രി സമയത്തോ അല്ലെങ്കിൽ പൊതുസ്ഥലങ്ങളിലോ കാണാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ രമേശൻ കാണുന്ന അഘോരിയോ ചൂടകളോ എന്തോ ആയിക്കോട്ടെ, അത് എന്ത് പറയുമെന്ന് എനിക്കറിയില്ല, അവരെ കാണുകയും അയാൾ അതിലാകൃഷ്ടനായിട്ട് വീണ്ടും ഹരിദ്വാറിലേക്ക് പോകുന്നുണ്ടെങ്കിൽ, ചൂടകൾ എന്ന് പറയുന്ന വ്യക്തിയെ വീണ്ടും കാണുമ്പോൾ അയാൾ മരിച്ചു കിടക്കുന്നു, വീണ്ടും ഹരിദ്വാറിലേക്ക് രമേശൻ എത്തുമ്പോൾ അവിടെ ഒരു തുടർ കഥയാണ് ഉണ്ടാകുന്നത്. ആ ചൂടകൾ എന്ന് പറയുന്ന വ്യക്തിയുടെ, അല്ലെങ്കിൽ ആ മരിച്ചു കിടക്കുന്ന വ്യക്തിക്ക് ഒരു തുടർ കഥയാണ് രമേശനിലൂടെ ഉണ്ടാകുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അയാൾ പുതിയൊരു ചൂടകളായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. കാര്യം നിസ്സാരമാണ്. നിങ്ങൾ ഒരിക്കലും രമേശനെ പോലെ ഒരു വ്യക്തിയാകരുത്. നിങ്ങൾ ഒരിക്കലും ലഹരിക്ക് അടിമയാകരുത്. അതുപോലെ തന്നെ നിങ്ങൾ ഒരിക്കലും സുജയെ പോലെ ഒരു വ്യക്തിയാകരുത്. സുജയെ പോലെ അവസാനം എങ്ങനെയൊക്കെയോ ആയി തീരേണ്ടവരല്ല, ആരെയൊക്കെയോ കുറിച്ച് ആലോചിച്ച് വിഷമിക്കേണ്ടവരല്ല. അപ്പോൾ രമേശനെ പോലെ ആകരുത്, സുജയെ പോലെ ആകരുത്.